ബാംഗ്ലൂർ ബ്ലാസ്റ്റ് നിങ്ങൾ കേട്ട് കാണും. അതായത് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് വൈറ്റ് ഫീൽഡിൽ രാമേശ്വരം കഫേ, അവിടെ ഡേ ലൈറ്റിൽ ഒരു ഇസ്ലാമിക തീവ്രവാദി പേര് ഷബീർ, അയാളെ ഇന്ന് ബലേരിയിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തു. അതിൻ്റെ പുറകിലുള്ള സത്യങ്ങളൊക്കെ ഇനി ഒരു പത്രസമ്മേളനത്തിൽ പുറത്തു വിടും. എന്തിനാണ് ഈ ബ്ലാസ്റ്റ്? രാമേശ്വരം കഫേയിൽ ഈ ഹാൻഡ് ബാഗ് കൊണ്ടുവന്നിട്ട് ഇഡ്ഡലി മേടിക്കാൻ വരുന്നു, എന്നിട്ട് ഏകദേശം 9-10ഓളം പേര് സീരിയസ്ലി ഇഞ്ചേർഡ് ആകുന്നു, വല്ലാത്ത പരിഭ്രാന്തിയായി. ബാംഗ്ലൂർ എന്ന് പറയുന്നൊരു ടെക് സിറ്റിയാണ്, ഗ്ലോബലി അറിയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ് ബാംഗ്ലൂർ സിറ്റി. ഈ സിറ്റിയിൽ ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ജിഹാദി ഇസ്ലാമിക തീവ്രവാദിക്ക് എന്ത് നേടാനാണ്? ഇതാണ് ചോദ്യം. ഇവിടെയാണ് ഗവൺമെന്റ് മത തീവ്രവാദികളെ ശക്തമായിട്ട് നേരിടണം എന്ന് എല്ലാവരും പറയുന്നത്. മോദി ഗവൺമെന്റ് അത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് സിദ്ധരാമയ്യ അധികാരത്തിൽ വന്നിട്ട്. അതിനുശേഷം ഉണ്ടായൊരു സംഭവം ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം. ഇവിടെ BJP ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആരെന്തോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് ഇവിടെയുള്ള ചില ഇസ്ലാമിക റാഡിക്കൽ ഗ്രൂപ്പ് ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു, ബസ്സുകൾ കത്തിക്കുന്നു, പോലീസിന്റെ വണ്ടി കത്തിക്കുന്നു, പോലീസ് സീരിയസ് ആയിട്ട് കേസെടുക്കുന്നു. ഏകദേശം 170-180 പേരോളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുന്നു. മനസ്സിലാക്കുക, അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് MLA വീടാണ് ഈ പറയുന്ന PFIക്കാരാണ് ഏറ്റവും കൂടുതൽ SDPIക്കാർ അവർ കത്തിച്ചത്. പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ട് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, അതായത് പരമേശ്വരൻ, അയാളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരു 3 മാസം മുമ്പ്. ഇത്രയും പേർക്കെതിരെയുള്ള കേസിൽ പലരുടെയും കേസുകൾ വിഡ്രോ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കാം, ഞാൻ ഒരു ഇവന്റ് 1 by 1 ആയിട്ട് പറയുകയാണ്. അതായത് വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ കയറിയപ്പോൾ ഈ പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പുമായിട്ട് വീണ്ടും പ്രീണന നയത്തിലോട്ട് പോയി. പിന്നീട് എന്താണ് ഉണ്ടായത്? ആലോചിക്കുക. ഈ ബ്ലാസ്റ്റ് ഉണ്ടായതിൻ്റെ 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ അസംബ്ലിയിൽ രാജ്യസഭാ ഇലക്ഷൻ നടക്കുന്നു. കേൾക്കുക, അത് കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ രാജ്യസഭാ അംഗമായിട്ട് നാസർ മുഹമ്മദ് ജയിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ മെമ്പറാണ്. എനിക്ക് നാസറെ ഡൽഹി വെച്ച് പരിചയമുണ്ട്. ഡൽഹിയിൽ വെച്ച് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് നാസർ ഹുസൈൻ ഈ SFIയുടെ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ. SFIയുടെ നേതാവായിട്ട് അവിടെ ജയിച്ചതാണ്. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നു, ഓസ്കാർ ഫെർണാണ്ടസുമായിട്ട് ലോഹ്യമാകുന്നു, അങ്ങനെ രാജ്യസഭയിലാവുന്നു. ഇപ്പോൾ അദ്ദേഹം ഖാർഗെയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് രാഷ്ട്രീയത്തിൽ. അപ്പം നാസർ ഹുസൈനെ മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടത്തില് 3ഓളം കോൺഗ്രസ്സുകാർ എന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പിലുള്ളവര് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നു. മനസ്സിലാക്കുക, ഇത് വിധാൻ സൗദയ്ക്കകത്താണ്, അത് അസംബ്ലി മന്ദിരത്തിന്റെ അകത്ത്. ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു ഇത് BJPയുടെ പ്ലോട്ടാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇത് ഫോറൻസിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ പറഞ്ഞത് എന്താണ്, ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ അവർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നാണ് വിളിച്ചത്. അത് മനസ്സിലാക്കുക, വീണ്ടും ആവർത്തിക്കുന്നു, വിധാൻ സൗദയ്ക്കകത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന്റെ അസംബ്ലി മന്ദിരത്തിനകത്ത്. അപ്പൊ കേസ് ചാർജ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ അഡ്മിറ്റ് ചെയ്തു. എന്താണ് ഇവർക്ക് പെട്ടെന്ന് പാകിസ്ഥാൻ സിന്ദാബായും പെട്ടെന്ന് ബാംഗ്ലൂരിൻ്റെ ഒരു കഫേ, അത് ഹാപ്പനിങ് സിറ്റിയാണ് ബാംഗ്ലൂർ, ഗ്ലോബൽ സിറ്റിയാണ്, ടെക് സിറ്റി, അവിടെ അറ്റാക്ക് ചെയ്യുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇവരുടെ ഉദ്ദേശം? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്?
അതാണ് ഈ സംഭവിച്ചത്. ഇതാണ് ഈ പ്രീണനം എന്ന് പറയുന്നത്. അതായത് ശക്തമായ നടപടി ഇവർക്കെതിരെ എടുത്തില്ല എങ്കിൽ ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ആലോചിച്ച് നോക്കേണ്ട പോയിന്റ് ഉണ്ട്. ഇവർ സ്ഥിരമായിട്ട് ബ്ലാസ്റ്റ് നടത്തിക്കൊണ്ട് ഇരിക്കുമായിരുന്നു ഇന്ത്യയിൽ മുഴുവനും. ഇന്ത്യയോടല്ലേ, ഇന്ത്യയെ എതിർക്കുന്ന രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാകിസ്ഥാനിന് വേണ്ടി സംസാരിക്കുന്നു, കാശ്മീരിന് വേണ്ടി സംസാരിക്കുന്നു, തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ഹമാസിന് വേണ്ടി സംസാരിക്കുന്നു, ജിഹാദിന് വേണ്ടി സംസാരിക്കുന്നു, ISISന് വേണ്ടി സംസാരിക്കുന്നു, താലിബാന് വേണ്ടി അങ്ങനൊരു കൂട്ടർ കേരളത്തിലുമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലും മറ്റും. അങ്ങനൊരു കൂട്ടരുണ്ട്. അവരെ അനുകൂലിക്കുന്ന സാറ്റലൈറ്റ് മീഡിയ ഉണ്ട് കേരളത്തിൽ. അവരെ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ഉണ്ട്. ഇപ്പൊ ഇതിനെ ഒതുക്കുക എന്ന് പറയുന്നത് ഈ ചെറിയ ടാസ്ക് അല്ല. ഇവർക്ക് പണം വരുന്നുണ്ട്, സഹായം വരുന്നുണ്ട്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാലസ്തീൻ അല്ല, ഹമാസിന് വേണ്ടിയാ. കാരണം ഇവർക്ക് ലോകം മുഴുവനും നശിപ്പിക്കണമെന്നുള്ള താല്പര്യമുള്ളവരാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ കഫേയിൽ എല്ലാവരും വരും. ആ കഫേയുടെ ഫൗണ്ടർ പത്രത്തിൽ പറഞ്ഞേക്കുന്ന റിപ്പോർട്ട് വായിച്ചിട്ട്, ഈ രാമേശ്വരം കഫേ എന്ന് തുടങ്ങാനുണ്ടായ കാരണം 11 വർഷം മുമ്പ് APJ അബ്ദുൽ കലാമിന്റെ ജന്മനാടാണ് രാമേശ്വരം. അപ്പൊ അദ്ദേഹത്തോട് ആ മെമ്മറീസിന്റെ പേരിലാണ് രാമേശ്വരം കഫേ തുടങ്ങിയത്. അവിടെയാണ് കൊണ്ടുപോയിട്ട് ഈ ജിഹാദ് കൊണ്ട് ബോംബ് വെച്ചേക്കുന്നത്. ഇവർ പറയുന്നതും സമാധാനമാണ്. കാരണം എനിക്ക് ഈ ടോപ്പിക്ക് പറയാൻ താല്പര്യമേ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഈ ടോപ്പിക്ക് പറയുവാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത് കൺഫേം ചെയ്തു. അറസ്റ്റ് ചെയ്ത് ഷബീർ ഇതിൻ്റെ പുറകില് ഇസ്ലാമിക് ജിഹാദാണ്, മുജാഹിദാണ്. എന്താണ് ഇവരുടെ പ്ലാനും തീരുമാനം? ഇതിനെ തച്ചുടച്ചേ മതിയാകത്തുള്ളൂ. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും, അതായത് സമാധാനമായിട്ട് ജീവിക്കുന്ന ഓരോരുത്തരുടെ ലൈഫ് തകർക്കുവാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടരാണിവർ. മനസ്സിലാക്കുക, കേരളത്തിലൊരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെയും ഒറ്റപ്പെടുത്തുവാനാണ് ശ്രമിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ക്രിസംഗി എന്നോ സംഘി എന്നോ വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ നാഷണൽ സെക്യൂരിറ്റി, അതായത് ഒരാളുടെ സുരക്ഷിതത്വം, ജനാധിപത്യത്തിൽ ഭരണത്തിലേറുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തരാൻ കഴിയാത്ത ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അല്ല, അത് ജനാധിപത്യവുമല്ല. അത് ആര് തരുന്നു അവന് വോട്ട് ചെയ്യാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ഏറ്റവും നല്ല അവന്റെ കഴിവ് എന്ന് പറയുന്നത്.